നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 8. ഒളി മുതലാം പഴമഞ്ചുമുണ്ട് നാറും നളികയിലേറി നയനമാറിയാടും കിളികളെ അഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും വെളിവുരുവേന്തിയകം വിളങ്ങിടേണം. കഴിഞ്ഞ 7 ധ്യാന ശ്ലോകങ്ങളിൽ അറിവിൻ്റെ സ്വരൂപം പറഞ്ഞു കഴിഞ്ഞു. ആ അറിവും ആത്മാവും രണ്ടല്ല. ആത്മാവെന്ന് പറയുന്നതും ഈ ബ്രഹ്മാണ്ഡമായി വിരിഞ്ഞു നിൽക്കുന്ന അറിവും പരമ്പൊരുളിൻ്റെ അവസ്ഥകൾ തന്നെയാണ്. സ്വസ്വരൂപത്തെ അറിഞ്ഞ് നിശ്ചലമായ ജ്ഞാനത്തിൽ ഉറച്ചിരിക്കുവാൻ കഴിയാത്തവരോട് അപ്രകാരം അറിവിൽ സുപ്രതിഷ്ഠിതരായിരിക്കുന്ന ഗുരുജനങ്ങളുടെ സേവയിൽ കഴിയുവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. ഒരു ഗുരുവിനെ സേവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ജീവിതത്തിലെ രസാസ്വാദനത്തിൻ്റെ രീതി തന്നെ പാടെ മാറേണ്ടിയിരിക്കുന്നു. ഹൃദയത്തിൽ പ്രോജ്വലിക്കുന്ന ഈശ്വരനെ ഉപാസിക്കുക എന്നു പറയുന്നതും ഗുരുവാക്യത്തിൽ ശ്രദ്ധാവാനായി തീരുക എന്നു പറയുന്നതും രണ്ടല്ല. നാം ഒരു ചെറിയ കാര്യം പോലും ശ്രദ്ധയോടുകൂടി ചെയ്യാൻ മനസ്സു വയ്ക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ വലിച്ചിഴയ്ക്കുന്ന ശബ്ദങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും നമ്മെ ഒഴിവാക്കാൻ മുറി അടച്ചിരിക്കുകയോ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവുകയോ ചെയ്യുന്നുണ്ടല്ലോ. അപ്രകാരം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയുന്നു എങ്കിലും നമ്മളിൽ നിന്നു തന്നെ നമുക്ക് ഓടിപ്പോകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഗുരുവിൽ ശ്രദ്ധാവാനായിരിക്കുന്നതിന് നമ്മുടെ മൂല്യബോധത്തിൽ കാര്യമായ പുനരീക്ഷണവും ശുദ്ധീകരണവും ആവശ്യമായി വരുന്നു എന്ന്. നിന്റെ ധനം എവിടെയാണോ അവിടെയാണ് നിന്റെ ഹൃദയം എന്ന് യേശുക്രിസ്തു പറയുന്നത് ഒരു വലിയ പരമാർത്ഥമാണ്. ഒരു മുനി അല്ലെങ്കിൽ ഗുരു പരമധനമായി കരുതുന്നത് ആത്മജ്ഞാനമാണ്. അതുതന്നെ ശിഷ്യന്റെയും പരമലക്ഷ്യമായി തീരണം. നമ്മുടെ ഈ ശരീരം അത്ഭുതകരമായ ഒരു വസ്തുവാണ്. അത് ഒരു താമരപ്പൂവ് പോലെയാണെന്ന് പറയാം. അകം പൊള്ളയായ ഒരു നാളത്തിൻ്റെ മുകളിൽ അഴകുള്ള പൂവ് വിലാസം ചെയ്യുന്നു. അടിയിൽ ചെളിക്കുണ്ടിൽ പൂണ്ടിരിക്കുകയാണ് താമരയുടെ കിഴങ്ങ്. പൂവിൽ ഇനിമയുള്ള തേനുണ്ട്, മണമുള്ള പരാഗങ്ങളുണ്ട്. വണ്ടുകളെയും തേനീച്ചകളെയും കാമുകരെയും കവികളെയും യോഗികളെയും ജ്ഞാനികളെയും സൂര്യനെ തന്നെയും തന്നോട് സംബന്ധപ്പെടുത്തുന്ന പാരസ്പര്യങ്ങൾ ഈ സരോജത്തിൽ നിലനിൽക്കുന്നു. എന്നിരുന്നാലും ഒരു ചെറിയ കാരണം മതി ഇത്ര മാദകമായ ഈ പൂവിൻ്റെ നാളം മുറിഞ്ഞ് നളിനം ഇല്ലാതാകുവാൻ. അതുപോലെ നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും ഇന്ദ്രിയ വിഷയങ്ങളിലും എത്രയെത്ര രസാനുഭൂതികളിലും പാരസ്പര്യങ്ങളാണുള്ളത്. ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയരസങ്ങൾ മുത്തിക്കുടിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല. എന്നാൽ അപ്പോഴും എല്ലാറ്റിനെയും വിഴുങ്ങുന്ന കാലം ഇഞ്ചിഞ്ചായി നമ്മയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ വിഷപ്പല്ല് ഹൃദയത്തിൽ കടന്നു വരുമ്പോഴാകട്ടെ രസങ്ങളെല്ലാം നീരസങ്ങളായി മാറുന്നു. അറിയേണ്ടത് പിന്നെ അറിയാൻ ബുദ്ധിക്കു കെൽപ്പില്ലാതായി പോകുന്നു.
മനസ്സിന്റെ ചാഞ്ചല്യം വർദ്ധിക്കുന്നതേയുള്ളൂ. വെളിയിൽ തേടിവെച്ച ഒളിവെട്ടുന്ന മുതലെല്ലാം മിഥ്യയായി മാറുന്നു. അറിവും അജ്ഞതയും അനുഭൂതിയും ആധിയും വ്യാധിയും മാധുര്യവും കയ്പും പാവനതയും മാലിന്യവും കൂടിക്കുഴഞ്ഞ് കിടക്കുന്നതാണ് നമ്മുടെ ജീവിതം. നവദ്വാരങ്ങളുള്ള ഒരു പുരിയിലാണ് നാം കഴിയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോന്നും അതാതിൻ്റെ ഭോഗവിഷയം അന്വേഷിച്ച് പഴവൃക്ഷത്തിൻ്റെ ചുറ്റിലും നയേന ഏറിയും മാറിയും പറന്നു നടക്കുമ്പോഴും മനസ്സിനറിയാം, മരണത്തിൻ്റെ വായിലിരുന്നാണ് ഭോഗങ്ങൾ അനുഭവിക്കുന്നതെന്ന്. ആഗ്രഹം പോലെ തന്നെ ശക്തമായ വാസനയാണ് ഭയം. അതുകൊണ്ടാണ് കിളികൾ നയേന മാറിയാടുന്നു എന്ന് പറഞ്ഞത്. ഒരു ഗുരു നൽകുന്നത് അഭയമാണ്. വിഷയഭോഗം അനുഭവിക്കുമ്പോൾ ഭോക്താവെന്നും ഭോഗ്യം എന്നുമുള്ള ദ്വൈതമുണ്ട്. ദ്വൈതമുള്ളിടത്ത് മരണവും മരണഭയവും മാറാതെ നിൽക്കുന്നു. അതിൽ നിന്നും മുക്തി നേടുന്നതിനുള്ള മാർഗമാണ് ഗുരു കാണിച്ചു കൊടുക്കുന്നത്. വിഷയത്തിൽ ആനന്ദിക്കുന്ന മനസ്സിനെ ഞൊടിയിടയിൽ ആത്മജ്ഞാനം കൊണ്ട് ഗുരു കീഴ്മറിക്കുന്നു. അതിനുവേണ്ടി ഉപദേശിച്ചു തരുന്ന മന്ത്രമാണ് തത്വമസി എന്നും തദേവ സത് എന്നും മറ്റുമുള്ളത്. ദേശകാലങ്ങളെയും നാമരൂപങ്ങളെയും കർത്തൃകർമ്മങ്ങളെയും പൊടുന്നനെ ആത്മൗപമ്യമാക്കി തീർക്കുന്ന പരമാത്മബോധം എപ്പോൾ അനന്തകോടി പ്രഭയുള്ള ഒരു മഹാദീപമായി ഒരുവന്റെ ഉള്ളിൽ ജ്വലിക്കുന്നുവോ, അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും എല്ലാം നിശേഷം ഇല്ലാതെയാകും. പിന്നീട് അവൻ എല്ലാം പരമാത്മ സ്വരൂപമായി കാണും. സമസ്ത പ്രപഞ്ചത്തെയും ആത്മജ്ഞാനം ഇതെല്ലാം ഞാൻ എന്ന അറിവായി മാറ്റും. അപ്പോൾ വിഷയാനുഭൂതിക്കു പകരം ആത്മനിർവൃതി കൊണ്ട് ജീവിതം ധന്യധന്യമായി തീരും.